കാര്യമായിട്ടാണോ ജി പറഞ്ഞതൊക്കെ? അതെ ആൻറ്റി, ഒരിക്കലും അയാൾ നല്ലൊരാളല്ലാന്ന് ആ ഒരു വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അജുക്ക് അയാളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നിട്ട് എന്തേ ഇജി ഈ കാര്യത്തിനെ കുറിച്ച് സൽമാത്താനോട് ഞങ്ങളോടൊന്നും പറഞ്ഞത് പോലുമില്ല? അനക്ക് ഉമ്മാനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാറുന്നില്ലേ? ഞാൻ ഈ കാര്യം പറഞ്ഞ എൻ്റെ ഉമ്മാക്ക് വിശ്വാസമാവുന്ന ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ഈ കല്യാണം നടക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം പറയണമെന്ന് ഉമ്മാക്ക് തോന്നുള്ളൂ. പിന്നെ എൻ്റെ ഉപ്പാക്ക് ഈ കല്യാണത്തിനാൽ എന്തെങ്കിലും സന്തോഷം കിട്ടുകയാണെന്ന് വെച്ചാൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ ആരോഗ്യം സന്തോഷം തന്നെയാണ്. റിയ, ഇപ്പ കാക്ക, ഞങ്ങള് വെറുതെ ഓരോന്ന്. മതി മതി, ആരും ഇനി ഒന്നും ഒളിക്കണ്ട. ഓക്കെ ഓക്കെ, ഞാൻ കേട്ടതാ. അല്ല എന്തേ റിയ? ഇപ്പ എന്ത് പറ്റി? ശരിയാണ്ടേ എൻ്റെ ഉപ്പ. റിയമോളെ, ഇജ് വേഗം ഉമ്മാനെ വിളിച്ചോട്. ആ, ഞാൻ വിളിക്കാം. വായ കാക്ക, നമ്മൾ അങ്ങോട്ട് ഇരിക്കുക. ഇമ്മ ഇമ്മ, വേഗം വായോ. റിയയുടെ കരച്ചിലാണ്. എന്താ റിയ? ഇമ്മ വേഗം വായോ ഉമ്മ. ഇതെന്താ റിയമോളെ? എന്താ കാര്യം? എന്താ പ്രശ്നം? ഇപ്പാക്ക് തീരെ വയ്യ. ഇപ്പാക്ക് എന്തറിയ? ഇരിക്കും കാക്ക. വല്ല സൽമാത്ത വേഗം ആയോ? എന്താ പറ്റേ? എന്തോ? ഒന്നുമില്ല, ഒരു ചെറിയ വേദന, അത്രേ ഉള്ളൂ. എന്റെ പഠിച്ചോനെ, നല്ല വേർക്കണും ചുമക്കണും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ ചെറുതന്നെയാണ്. ദിലീജ് വണ്ടി എടുത്തുടറി, നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി വെക്കാം. ഞാൻ വേഗം വണ്ടി എടുക്കാം. നിക്കതിലോ, ഒന്നുമില്ല, ഇത് ചെറിയൊരു കോളത്തി പിടിക്കല്. ജി സൽമാൻ, ഉല്ലാസ് വെള്ളെടുത്തുണ്ട. ദിലു, വേഗം ക്ലാസ് വെള്ളം എടുത്തിട്ട് വാടി. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് വരാം. എന്താ അവിടെ? എന്താ ദിലിയോ? പെണ്ണിന്റെ കരച്ചിലല്ല കേൾക്കുന്നത്? എന്താണ് അവിടെ? അത് പിന്നെ ഉമ്മ, കാക്കാക്ക് ചെറിയൊരു നെഞ്ഞുവേദന. ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെട്ടാ. എന്റെ പറച്ചോന് നെഞ്ഞുവേദന. എന്റെ കുട്ടിക്ക് എന്താ റബ്ബേ പറ്റിയത്? സൽമോ, എന്തപ്പോ ഉണ്ടായത്? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് മോളിക്ക് വന്നത്? എന്തറിയാ? എന്തുണ്ടായി? ഒന്നുമില്ല എന്റെ സെൽമോ, എന്റെ കുട്ടിയും കൂടി നീ ബേജാറാക്കല്ല. പടക്കുട്ടി എന്തിനാ കരയണ്? പക്കൊന്നുമില്ല. സമാധാനം ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നിങ്ങൾക്ക് അറിഞ്ഞതല്ലേ നിങ്ങൾ അസുഖകാര്യം എന്താന്നുള്ളത്. നിങ്ങൾ നീറ്റാണേ, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോയോക്ക. എന്റെ പഠിച്ചോനെ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയ സൽമോ? ആസിക്കേ, നിങ്ങളുടെ കുട്ടിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല അമ്മ, ഒന്ന് കൊളത്തി പിടിച്ചതാ. നിങ്ങൾ എന്തിനാ ഈ വെജാത്തോടുത്ത് ഇങ്ങോട്ട് കേറി വന്നെന്റെ പൊന്നാരമ്മ? എന്റെ വെജാഹിയാണ് ഇപ്പൊ വലുത്. പഠിച്ചോനെ, എന്റെ കുട്ടിക്ക് വേഗം ഒന്ന് സുഖാക്കി കൊടുക്കറബ്ബേ. ആസ്പത്രിക്ക് പോയൊക്കെ സൽമോ, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ.
ഇത് സൽമാത്ത കൊടുത്തോക്കെ, ഇത് കാക്ക കുടിച്ചോക്കെ. ഇനി വേണോ? മതി. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാനേ? എന്ത് പറ്റിയത്? നിക്കു അറിഞ്ഞൂടമ്മ. ഞാനിവരെ കരച്ചിൽ കേട്ടിട്ട് അങ്ങോട്ട് ഓടി വന്നത്. എന്താ ഉണ്ടായത്? എന്താ ചോദിച്ചെങ്കിലും ഒന്ന് കാര്യം പറയും. അത് പിന്നെ സൽമാത്ത, ഞാൻ റിയനോട് അജുവിനെ കുറിച്ച് ചോദിക്കണതൊക്കെ കാക്ക കേട്ട്. കാക്കടെ വന്ന് നിൽക്കണത് ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല സൽമാത്ത. എന്നിട്ടിപ്പോ സമാധാനമായത് രണ്ടാൾക്കോ? ഇതൊക്കെ അറിഞ്ഞെങ്ങനെയാവുന്നു ഞാൻ പറഞ്ഞതല്ല നിങ്ങളോട്. ഇതൊന്നും മിണ്ടാതിരുന്ന അതിൽ മാത്രം ഇപ്പോ എനിക്കൊന്നുമില്ല. ഒന്നുമില്ല എന്നിട്ടാണ് എപ്പോഴും വേദന സഹിക്കണത്. ആശുപത്രിയിൽ പോകാൻ പറഞ്ഞിട്ട് അതും കേൾക്കണില്ല. എന്താ കുട്ടികളെ, എന്തിനാ എളുപ്പത്? ഞാൻ ഇതൊന്നും മിണ്ടാതിരുന്ന സെൽമോ, അതിന് മാത്രം ഒന്നുമില്ല. കുറച്ച് സമാധാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ മുന്നേ കണ്ടതുകൊണ്ടാ എന്റെ കുട്ടിനോട് ഞാൻ ഇപ്പൊ തന്നെ അറിയില്ല നാടിട്ട് പറഞ്ഞിരുന്നത്. ഒക്കെ തൊലച്ചയില് രണ്ടാളും കൂടി. നിർത്ത് സെൽമോ, ഒരക്ഷരം മിണ്ടരുത്. എന്തൊക്കെ ഈ കാട്ടിക്കുട്ടി വെച്ചിക്കണമെന്ന് വല്ല ബോധമുണ്ടോ സെൽമോ എനിക്ക്? എന്തൊക്കെ ഇവിടെ നടക്കണത്? എന്താ ആസിക്ക കാര്യം? എന്താ ചെന്ന് പറയണ്ടേ സെൽമോ? മനുഷ്യന്മാർക്ക് തിരിയാത്ത കോലത്തിൽ എന്തൊക്കെ വർത്താനങ്ങളാ നിങ്ങൾ പറഞ്ഞത്? ഒക്കെ പറയാമ്മ. ആദ്യം തന്നെ ഇതെല്ലാരോടും ഉണ്ട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കുട്ടിന്റെ ഈ നിൽപ്പ് എനിക്ക് കാണേണ്ടിയിരുന്നില്ല. മതി, ഇനിയിപ്പോ ആരും ഒന്നും പറയണ്ട. ഇനി ചോദിക്കാനും പറയാനും ഉള്ളത് എനിക്ക് എന്റെ കുട്ടീനോട് മാത്രമാണ്. എങ്ങനെ നിസാരാക്കി എടുക്കലും കാക്കോ? ചോദിക്കലും പറച്ചിലൊക്കെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് ചെയ്യാം. നിങ്ങൾ നീറ്റാണ്. എന്നോട് ഓളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നോട് ഒരു വാക്ക് പറഞ്ഞിടായിരുന്നില്ലേ സെൽമോ? ഞാൻ എങ്ങനെ കാക്കുങ്ങളോട് ഇതൊക്കെ പറയാ? മോൾക്ക് വേറെ ഒരാളോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നിങ്ങളറിഞ്ഞ നിങ്ങൾ അസുഖം എന്താവും എന്നുള്ള വേചാരമുണ്ട് ഒക്കെ ഞാൻ ഒളിച്ചു വെച്ചിരുന്നത്. എന്നിട്ടിപ്പോ എന്തൊക്കെ എന്റെ റബ്ബ ഇവിടെ നടന്നിക്കണത്? ഈ പേരന്റ് വിളിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മക്കൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ. സോറിപ്പ, എന്റെ കാരണം കൊണ്ട് എന്റെ ഉപ്പാക്ക്. ആരാ പറഞ്ഞത് ഇപ്പാടെ കുട്ടി കാരണം ഉപ്പാക്ക് വിജയാതായിന്ന്? കേക്കാത്ത പെട്ടെന്നത് കേട്ടപ്പോളേ അവളരുതല്ലാതെ ഉപ്പാക്കൊന്നുമില്ല. കണ്ടില്ലേ, ഒന്നുമില്ലട്ടാ. അനക്ക് എന്താ സുഖം മച്ചി പറഞ്ഞത്? എന്താ സെൽമോ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? പേടിക്കാനൊന്നുമില്ലമ്മ. കാക്കാക്ക് ലങ്സിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു സർജറി വേണ്ടി വരും. നിങ്ങളൊക്കെ അറിഞ്ഞ ടെൻഷൻ ആവണമെന്ന് പറഞ്ഞിട്ട് കാക്ക ഞങ്ങളോട് ആരോടും ഉമ്മാനോടും കുട്ടികളോടൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ പറയാതിരുന്നത്. ഒക്കെ എന്റെ തെറ്റാ. എനിക്കൊരു അസുഖം വന്നപ്പോ നിങ്ങൾ ആരും അറിയരുതെന്ന് വാസി പിടിച്ച. ഓപ്പറേഷന്റെ മുമ്പ് എന്റെ കുട്ടിന്റെ കല്യാണം നടന്നു കാണുന്ന നല്ല പൂതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ കുട്ടിന്റെ സങ്കടം
എനിക്ക് കാണാൻ വയ്യ. മതിപ്പ, എനിക്ക് ഈ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ടെൻഷൻ ആവണ്ട. എനിക്ക് ഈ കല്യാണത്തിന് ഒരു എതിർപ്പില്ല. ആര് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോളമ്മ. ഇപ്പാനായിട്ട് നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പടെ കുട്ടിക്ക് സന്തോഷമില്ലാത്ത എന്തായാലും ഇപ്പൊ ചെയ്യുന്നു. പട കുട്ടിക്ക് തോന്നുന്നുണ്ടാ? പട കുട്ടികളെ സന്തോഷല്ലേ ഇപ്പാന്റെ സന്തോഷം. നിങ്ങൾക്കും വേണ്ടി പട കുട്ടികൾക്കും വേണ്ടിട്ടല്ലേ ഞാൻ ജീവിക്കണത്. നിങ്ങളെ സന്തോഷല്ലേ എന്റെ സന്തോഷം. ഇപ്പാടെ സന്തോഷത്തിന് വേണ്ടി ഇപ്പാടെ കുട്ടി കല്യാണത്തിന് എന്തിനാ സമ്മതിച്ചത്? ഇപ്പാടെ കുട്ടിക്ക് പലോട് ഒരു വാക്ക് പറഞ്ഞ പോരെ? വേണ്ടപ്പ, എന്റെ ഉപ്പാനെ സങ്കടപ്പെട്ടിട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ ഇനി കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കൂല. ഇത് കേട്ടില്ല സെൽമോ? ഇതുപോലൊരു മോളെ കിട്ടിയേ ഞാന് എന്തിനാ സങ്കടപ്പെടുന്നത്? അവൾക്ക് ഒരാളെ ഇഷ്ടാണെങ്കിൽ എനിക്ക് ഇന്നോടായിരുന്നു പറഞ്ഞൂടായിരുന്നില്ലേ? ഞാൻ എങ്ങനെ പറയണം ഞങ്ങള് പറഞ്ഞത്? നിങ്ങൾ അസുഖക്കാരെ അറിഞ്ഞാണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുന്നുള്ള പേടിയുണ്ട നമുക്ക് വിളിച്ചു വെക്കാൻ തീരുമാനിച്ചത്. പിന്നെ നിങ്ങളെ ആഗ്രഹം പോലെ നല്ലൊരു കാര്യം വന്നപ്പോ അതങ്ങനെ നടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. ഒക്കെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിട്ടാ. കാക്കാന്റെ ഇപ്പത്തെ അവസ്ഥയില് കാക്കാനെ ടെൻഷൻ ആക്കണ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് സൽമാത്ത ഈ കാര്യം ഒന്നും അറിയിക്കാണ്ട് മാക്സിമം കൊണ്ട് നടന്നിരുന്നത്. എനിക്ക് എന്തേലും പറ്റുന്നുള്ള ബേജാറുണ്ട്. എന്തൊക്കെ സെൽമോ ഇവിടെ ഈ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്? നിങ്ങൾ ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്ന തീർത്തി കൂട്ടാൻ നിൽക്കല്ലേ? നീറ്റാണ്, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ. നിക്ക് സെൽമോ, ഇതൊന്ന് സബൂറായിട്ട് ഇരിക്ക്. ഞാന് എന്റെ കുട്ടീനോടൊന്ന് മുണ്ടി പറയട്ടെ, എന്നിട്ട് ഇവിടുന്ന് എവിടേക്കും വന്നോളാം. പടക്കുട്ടി പറ, ഈ അജു എന്ന് പറഞ്ഞ ആളപ്പാട കുട്ടിക്ക് അത്രക്ക് ഇഷ്ട? ഇപ്പൊ വിചാരിക്കും പോലെ ഞാനും അജിക്കും തമ്മില് കുറെ നാളായിട്ടുള്ള ഇഷ്ടമൊന്നുമില്ലപ്പ. ഞങ്ങളെ ഇഷ്ടം വേണ്ടാത്തൊരു രീതിക്ക് പോയിട്ടില്ല, ഇനി പോവില്ല. അജുക്ക് അങ്ങനെ ഒരാളല്ലപ്പ. പിന്നെ പരസ്പരം തോന്നിയ ഇഷ്ടം അത് ഞാൻ ഉമ്മാനോട് തുറന്ന് പറഞ്ഞെന്ന് മാത്രം. അജുവിന്റെ വീട്ടുകാർക്ക് ഈ കാര്യം അറിയോ? പഠിപ്പും ജോലിയൊക്കെ ആയി കഴിഞ്ഞ് ഓലിവിടെ വന്ന് പെണ്ണെ ചോദിച്ചോട്ടെന്ന് മാത്രമേ അജുക്കിനോട് ചോദിച്ചിട്ടുള്ളൂ. അതൊരു പാവാണിപ്പ. അതുകൊണ്ട് മാത്ര എനിക്ക് അജുക്കനെ ചതിക്കാൻ പറ്റാത്തത്. അജോ അതാരാ? കുറെ നേരമായില്ല ഇപ്പൊ നിങ്ങള് ആ ഒരു പേരെന്നെ പറഞ്ഞു കൊടുക്കണേ. ആരായി അജു? അത് പിന്നമ്മ റിയയുടെ ഫ്രണ്ടിന്റെ കാക്കയാണ്, ഓളെ കോളേജിൽ പഠിക്കണേ. ഇനിയിപ്പോ പാടക്കുട്ടിക്ക് വേണ്ടി ഇപ്പ എന്താ ചെയ്യണ്ടേ? ഇപ്പാടെ കുട്ടി പറയും. എനിക്കിപ്പൊ കല്യാണമൊന്നും വേണ്ടപ്പ. ഞാൻ കുറച്ചും കൂടി എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഇവിടെ ഉള്ളവരൊക്കെ കൂടെ ഇവിടെ തന്നെ നിന്ന് പഠിച്ചോളാം. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയായി നിങ്ങളൊക്കെ കൂടെ സന്തോഷമായിട്ട് കുറച്ച് നിന്നിട്ടൊക്കെ മതി കല്യാണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷെ എന്റെ ഉപ്പാക്ക് വേണ്ടിട്ട് ആ സ്വപ്നമൊക്കെ വേണ്ടാന്ന് വെക്കണേൽ എനിക്കൊരു കുഴപ്പമില്ല. ഇനി ആ കാര്യം പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടിരിക്കില്ല. എനിക്ക് എന്റെ ഉപ്പാന്റെ സന്തോഷം തന്നെ മറ്റെന്തിനേക്കാളോ വലുത്. ഞാൻ കല്യാണത്തിന് സമ്മതിച്ചോളാം. ഞാൻ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കൂല.
സത്യം. കേട്ടില്ല സിൽമോജി? ഇപ്പത്തെ കാലത്ത് രക്ഷിതാക്കള് കല്യാണൊക്കെ പറഞ്ഞു വെച്ച് കല്യാണം തലേന്ന് തുണിയ മാതിരി രണ്ട് ഉണ്ടാതെ കണ്ണി കണ്ടവരൊപ്പം ഇറങ്ങിപ്പോണം. ഇത് എല്ലാ കാര്യങ്ങളും സിൽമോ എന്നോടോട് പറഞ്ഞില്ലേ? കാക്ക പറഞ്ഞതാ ശരി. കാര്യം ഓൾക്കൊരാളെ ഇഷ്ടമായി പോയി. ആ കാര്യം ഓളൊരവസരം വന്നപ്പോ സൽമാത്താനോടന്നെ തുറന്നു പറഞ്ഞില്ലേ? അങ്ങനെ ഒന്നും പറയാണ്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങിപ്പോണ എത്ര എത്ര പെൺകുട്ടികളുണ്ട്. മക്കളുടെ ഉള്ളിൽ ഇഷ്ടങ്ങള് സ്വന്തം വീട്ടിലും രക്ഷിതാക്കളോടും അല്ലാണ്ട് ഓല് പിന്നെ ആരോട് പറയാനാണ്? അപ്പൊ നമ്മളത് കണ്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ ആജീവനാഥം മുഴുവന് അവരെ കണ്ണീര് കാണേണ്ടി വരൂലേ? അതിലും നല്ലതല്ലേ ഇഷ്ടം തുറന്നു പറഞ്ഞാ അത് പറ്റുന്ന കാര്യമാണ് വെച്ചാൽ അങ്ങോട്ട് നടത്തി കൊടുക്കണത്. ഇന്റെ സന്തോഷത്തിനും ഇന്റെ ആയുസിനും വേണ്ടി സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് നടക്കണ എന്റെ കുട്ടിക്ക് എന്റെ കുട്ടീന്റെ സന്തോഷം നടത്തി കൊടുക്കാതെ പിന്നെ ഞാൻ വേറെ ആരെ സന്തോഷം നടത്തി കൊടുക്കണ്ടേ? സത്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഇപ്പ സർജറിക്ക് മുമ്പ് ഇപ്പാടെ കുട്ടീനെ നല്ലൊരാളെ ഏൽപ്പിക്കണമെന്ന് വാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പാടെ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളാവുമ്പോ വാക്ക് ഏറ്റവും സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പാന്റെ ആഗ്രഹം പോലെ പെട്ടെന്നൊരു കല്യാണത്തിനൊന്നും അവനെ കൊണ്ട് ഇപ്പൊ പറ്റൂലപ്പ. പക്ഷെ എന്റെ പഠിപ്പൊക്കെ തീരുമ്പോത്തിന് അജുക്കാക്ക് നല്ലൊരു ജോലിയാവും. അപ്പൊ വന്ന് ചോദിക്കാണിച്ച ഇപ്പാക്ക് സമ്മതാണിച്ച ആണിച്ച മാത്രം നടത്തി തന്നാ മതി. ഇനി അല്ലെങ്കിലും ഞാൻ അജുക്കാന്റെ ഒപ്പം ഇറങ്ങി പോവാനൊന്നും പോണില്ലപ്പ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ പൊരുത്തത്തോടെ മാത്രമായിരിക്കും, അല്ലാണ്ട് എനിക്കൊന്നും വേണ്ട. കുട്ടിക്ക് അജു എന്ന് പറഞ്ഞ അവനെ അത്രക്കും ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ടിരിക്കുന്നു അവിടെ കുട്ടിക്ക് ഉറപ്പുണ്ടാ? ഇപ്പൊ കാണാൻ വന്ന കൂട്ടരെ പോലെ വലിയ സ്വത്തോ മുതലോ ഒന്നും അജുക്കാക്കില്ല. അവരിപ്പോ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഇപ്പൊ വന്ന ആളൊക്കായി ഇപ്പാന്റെ മോളെ നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനസ്സുണ്ടെന്ന് മാത്രം എനിക്കറിയാം. ആ മനസ്സ് മാത്രം ഞാൻ നോക്കിയിട്ടുള്ളൂ. വേറെ മുതലോ സ്വത്തമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അജുക്കാർ എനിക്ക് നന്നായി മനസ്സിലായതാ. ആ പാവത്തിന് ഇന്നും ഒരുപാട് ഇഷ്ടപ്പ. ഇൻഷാ അല്ലാഹ് നാളെ തന്നെ നമ്മൾ അജുവിന്റെ വീട്ടിൽ പോകും. പഠിപ്പും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടാളെ കല്യാണം നടത്തി കൊടുക്കണം. അതല്ലേ അമ്മ? ഇന്ന് എന്ത് പറയാനാ എന്റെ കുട്ടികളെ? ഒക്കെ ഏറെക്കുറെ ഇപ്പൊ മനസ്സിലായി. സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ നടക്കണ ഇമ്മയുടെ കുട്ടിയുടെ എന്റെ മരുകളും പേരക്കുട്ടിയുടെയും ഒക്കെ വലിയ മനസ്സിന്റെ മുന്നിൽ ഈ ഇമ്മഞ്ഞിപ്പൊ എന്ത് പറയാനാണ്? പഠിച്ചവങ്ങളൊക്കെ മനസ്സുപോലെ ഒക്കെ ആയിരാക്കി തരട്ടെ. പഠിച്ചോനായിട്ടമ്മ ദിലുവിന്റെ കുട്ടിയും കൂടി വർത്താനം പറഞ്ഞത് എനിക്ക് കേൾക്കാൻ പറ്റിയതുകൊണ്ടല്ലേ. പഠിച്ചോന്റെ തോണ്ടി ഞാൻ കേട്ടതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും എന്റെ കുട്ടിന്റെ സങ്കടം ഞാൻ കണ്ടു വന്നിരുന്നില്ലേ. ഈ കാര്യത്തിന്റെ പേരില് ഇപ്പാന്റെ കുട്ടിന്റെ കണ്ണ് നനയാനും സങ്കടപ്പെടാനും ഒന്നും പാടില്ല. നല്ല കുട്ടിയായിട്ട് നാളെ കോളേജിൽ പോയിട്ട് പഠിക്കാൻ നോക്കാം കേട്ടോ. അന്റെ കുട്ടി ഇനി സങ്കടപ്പെടണ്ട. പഠിച്ചോനെ ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനായത്. നിങ്ങൾ രണ്ടാളി ഇടയിൽ കിടന്ന് ഞാൻ എന്തോരം നീറില്ലാണ്ടായെന്ന് അറിയാം നിങ്ങൾക്ക്.
ആ